നമസ്കാരം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്ര പുരുഷനാണല്ലേ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ആ ഒരു രാജാവ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ പഴശ്ശിരാജയെ അറിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ പഴശ്ശിരാജ സിനിമയിലൂടെ ആയിരിക്കും. മമ്മൂട്ടി അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം എപ്പോഴും എവർഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. പിന്നെ പഴശ്ശിരാജയുടെ ഹിസ്റ്ററി ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോരുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഞാൻ ഇന്ന് ഉള്ളത് നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ കീഴിലുള്ള വെൻറ്റ്വർത്ത് എസ്റ്റേറ്റ് ടീ ഫാക്ടറി ഉണ്ട്. ആ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗുഹയാണ്. ഈ ഗുഹ പണ്ട് പഴശ്ശിരാജയുടെ കാലത്ത് അദ്ദേഹം നിർമ്മിച്ച ഒരു ഗുഹയാണ്. അദ്ദേഹം ആ സമയത്ത് ഈ ഒരു ഗുഹ ഒളിപ്പോരിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്തു നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാനൊക്കെ ആയിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്ന ഒരു ഗുഹയാണ്. ഈ ഗുഹ സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാട്ടോ അത്. അധികം നിങ്ങളാരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളാരും കാണാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഇരുന്ന ഒരു പ്രദേശമാണ്, പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന് പറയുന്ന എസ്റ്റേറ്റിൻ്റെ വെൻറ്റ്വർത്ത് എന്ന് പറയുന്ന ടീ ഫാക്ടറിയുടെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പബ്ലിക്സിന് ഇങ്ങോട്ട് അലൗഡ് അല്ലായിരുന്നു. ഏതായാലും ഇനി അങ്ങോട്ട് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരാനും ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ കേവ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ കേവ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാനായിട്ട് പോവുകയാണ്. മാത്രമല്ല ഈ കേവ് ഇന്നത്തെ അതായത് ഈ ഒരു ടൂറിസം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇന്നിവിടെ എത്തുന്നത് പഴശ്ശിരാജയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തമ്പുരാട്ടിയാണ്. അപ്പോൾ തമ്പുരാട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അവരിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തമ്പുരാട്ടിയാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു 4ാമത്തെയോ 5ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ്. അപ്പോൾ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവരാണ് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് ഈ കേവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് ടീ ഫാക്ടറി. കേവ് ഇവിടെ തൊട്ട് താഴെ തന്നെ അവിടെ നമുക്ക് ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കിയിരിക്കുന്നത് കാണാം. ആ ഒരു ഭാഗത്തായിട്ടാണ് കേവ് ഉള്ളത്. ചെറിയൊരു ഫങ്ഷനായിട്ടാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ആ ഒരു ഷീറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ശരിക്കത്തെ ഒരു കാഴ്ച നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏതായാലും ഈ പ്രോഗ്രാമിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ നേരെ കേവ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെയാണ് ഈ ഒരു കേവ് ഉള്ളത്. ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇന്നത് ഇനാഗുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് വിഷ്വൽ കിട്ടുള്ളൂ.
ഇതാണ് കേവ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഇവിടെ മുകളിലൊക്കെ ടീ പ്ലാന്റേഷനാണ്. അതിൻ്റെ ഇവിടെയായിട്ടാണ് ഈ ഒരു കേവ് ഉള്ളത്. നമുക്ക് കേവിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലോറിങ് നമ്മൾ ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. அதனைத் தொடர்ந்து தமிழக பாரம்பரியத்தினுடைய ஆரத்தி நிகழ்வும் இனிதே நடைபெற்றுக் கொண்டிருக்கிறது. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് പ്രഭാകർ. സാർ ഇവിടുത്തെ? ഞാൻ ഹാരിസൺസ് മലയാളത്തിലെ ടൂറിസത്തിലെ അസിസ്റ്റന്റ് മാനേജറാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ HML ഇങ്ങനെ ടൂറിസത്തിലേക്ക് അതെ 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 നമ്മൾ അങ്ങനെ അതെ 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 അതെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെങ്ങനെയാണ് കേവ് ടൂറിസമായിട്ട്? അതെ അതെ. ആക്ച്വലി ഞാൻ ടൂറിസത്തിലായതുകൊണ്ട് നമ്മളിങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തും സ്റ്റഡി ചെയ്തും എക്സ്പ്ലോറും ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കേവ് കിട്ടി ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഈ കേവ് ഒരു ഗോൾഡ് മൈനിങ് കേവ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇതിന് ഞങ്ങൾക്ക് മുമ്പത്തെ ചരിത്രമുണ്ട്. ഞങ്ങൾക്ക് തന്നെ വെൻഡ്വർത്ത് ഗോൾഡ് മൈനിങ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു ഗോൾഡ് മൈനിങ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് ആർക്കിയോളജി പീപ്പിളൊക്കെ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പാസിങ് കേവ് ആയിരിക്കണം, ഇത് ഉറപ്പായിട്ട് ഒരു ഗോൾഡ് മൈനിങ് കേവ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത് ഇതൊരു ശരിക്കും ഒരു പഴശ്ശിരാജ പീരിയഡിൽ ഗൊറില്ല വാറിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു കേവാണ്. കാരണം വെച്ചാൽ ഗൊറില്ല വാറിന് വേണ്ടിയുള്ള ഒരു 5 തന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് ശരിക്കും കൺസ്ട്രക്ട് ചെയ്ത ഒരു കേവായിരുന്നു. അങ്ങനെ തന്ത്രങ്ങൾ നോക്കുമ്പോൾ ഒരു നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു മറ്റേ കുർമാസ് ആൻഡ് കുർച്ചിയാസാണ് ഇതിനകത്ത് മുമ്പ് നിന്നത് രണ്ടാമത് പഴശ്ശിവാറിൽ. അവരുടെ ഒരു ടാർഗറ്റ് പോയിൻ്റായിട്ട് കറക്റ്റ് 90 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ റോഡും കേവും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിമീസ് തിരിച്ച് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവരെ ഒന്ന് പെട്ടെന്ന് വരാതിരിക്കാൻ ഒരു നാച്ചുറൽ ബാരായിട്ട് ഒരു റിവറും പിന്നെ ഒരു കുഞ്ഞ് എൻട്രൻസും അത് കഴിഞ്ഞിട്ട് ഒരു 100 അടിയിൽ കേവിനകത്തൊരു ഗേറ്റ്. പിന്നെ അന്നിട്ടും ഇവർ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ അവിടെ ഒരു കൺഫ്യൂസിങ് കിരാജ് 2 വലയായിട്ട് ഡൈവേർട്ട് ചെയ്തേക്കുന്നത്. ഒരെണ്ണം ഒരു ഡമ്മി വലയാണ്, ഒരെണ്ണം ഒറിജിനലാണ്. അത് ലീഡിങ് ടു ഒരു 2.5 കിലോമീറ്റർ പോയി ഒരു കാടിനകത്ത് ഓപ്പൺ ആകുന്ന ഒരു കേവാണ്. അങ്ങനെ ഒരു രാജ്യതന്ത്രം കൂടെ ഉപയോഗിച്ച് ഒരു ഗൊറില്ല വാറിന് ചെയ്ത ഒരു കേവാന്ന് അറിഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു കേവ് കാണാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഈ തമ്പുരാട്ടിയൊക്കെ വന്നു. സോ ഇത് ഫ്യൂച്ചറിൽ ഇത് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഇതിനൊരു കേവ് ടൂറിസമായിട്ട് ചെയ്ത് ഈ ചേരമ്പാടിക്ക് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ഇനി ഭാവിയിൽ ഇപ്പോൾ ഇത് പകുതി വെച്ച് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണല്ലോ, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്തുമോ? അല്ല, നമ്മൾ ഒരു കേവ് ടൂറിസം ആണെങ്കിൽ ഓൾറെഡി ഒരു ഹിസ്റ്ററി ആയി. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സ്പ്ലോറേഷൻ കൊടുത്തിട്ട് ഇപ്പുറത്ത് കുറച്ച് പാർക്ക് മോഡൽ ചെയ്ത് വന്ന ഒരു 1 hour ഗസ്റ്റ് സ്പെൻഡ് ചെയ്ത് ആ ഹിസ്റ്ററി അറിഞ്ഞ് മനസ്സിലാക്കി പോകാനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. History is usually written by the who wins, right? Kore historical data was erasing. മറിച്ച് കളഞ്ഞു. അപ്പോൾ ഇതെല്ലാം കുറേ അധികം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ ശങ്കരവർമ്മ വലിയ രാജയായിരുന്ന സമയത്ത് ഹി വാസ് എ ഹിസ്റ്ററി ബഫ്. ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ നിന്ന് അറിഞ്ഞ കുറേ ഇൻഫർമേഷൻസാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. Written history also is there, but it's very rare. There are 2 പേരാണ് യൂഷ്വലി ആ ഫാമിലിയിൽ പെണ്ണുങ്ങൾക്ക്, അന്നപൂർണ അമ്മ ഓർ ലക്ഷ്മി അമ്മ. ദാറ്റ്സ് ദ വേ they are. And men ഉണ്ടായിരുന്നത് ശങ്കരവർമ്മ, രവിവർമ്മ, കേരളവർമ്മ ആൻഡ് വീരവർമ്മ. എത്രാമത്തെ തലമുറയാണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ 6th ജനറേഷനാണ്.
എൻ്റെ അച്ഛമ്മയാണ് 4th ജനറേഷൻ. സോ പഴശ്ശിരാജയുടെ സിസ്റ്ററുടെ മകള് ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്മി അമ്മ രാജ ഉണ്ടായിരുന്നു. ആ ലക്ഷ്മി അമ്മ രാജയുടെ മകള് അന്നപൂർണ്ണ അമ്മ രാജ. ആൻഡ് അവരാണ് ഇപ്പോൾ മട്ടന്നൂർ പോയി കഴിഞ്ഞാൽ ഒരു പാലസിൻ്റെ ആ വഴി വിട്ട സ്ഥലത്ത് ഒരു പാലസ് ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ പൊളിഞ്ഞു വീണുപോയി വിത്തൗട്ട് എനി മെയിൻ്റനൻസ്. അപ്പോൾ ആ സമയത്താണ് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് കുറുവാസ് ആൻഡ് പനിയാസ് വെർ റിയലി റൈറ്റ് ഹാൻഡ്. യുനോ ഹീ ഹാഡ് ദ എബിലിറ്റി, ഭയങ്കര എബിലിറ്റി ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നിച്ച് നിർത്താനും എല്ലാവരും ഒന്നായിട്ട് കാണാനും. They were all going against one force. That force was very big, but that didn't make them go back. അത് ആ ഒരു സ്ട്രഗിളിന് ഇറ്റ്സ് അമേസിങ്. ആ സമയത്താണ് ഈ ഇതിൻ്റെ അകത്ത് രണ്ട്, ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, 2 വേയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വൺ വേ ഈസ് വെരി ഈസി, പീപ്പിൾ വിൽ go in there, but the other way is the one that actually goes into their war area, prop area. അങ്ങനെ നമ്മൾ ഇനി ഗുഹയുടെ ഉള്ളുവശം ഒന്ന് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്താണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്നാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. എന്താ നമുക്കൊന്ന് കാണാമല്ലോ. ഏതായാലും കുനിഞ്ഞു പോകണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കേട്ടോ, ഫുള്ള് കാർവ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്, കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴശ്ശിരാജ പണ്ടത്തെ കാലത്ത് ഒളിപ്പോരിനും മറ്റും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഏതായാലും നമ്മൾ കേവിൻ്റെ ഉൾവശം ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം കേട്ടോ. കേവിൻ്റെ രൂപഭംഗി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നേ ഉള്ളൂ. ഉണ്ടോ, ഭയങ്കര രസമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ. കണ്ടോ, കാർവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ കല്ലുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെട്ടുകല്ല് പോലത്തെ ഒരുതരം കല്ലാണ്. അതുമായിട്ട് സാദൃശ്യമുള്ളൊരു സൈസ് കല്ലാണ്. ഈ സ്ഥലമൊക്കെ കാർവ് ചെയ്തെടുത്തിരിക്കുന്നത് തന്നെയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഇവിടെയൊക്കെ ഇച്ചിരി ഉള്ളിലേക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നനവുള്ളതുകൊണ്ട് ഈ മണ്ണിനൊക്കെ ഒരു നനവ് നമുക്ക് കാണാം കേട്ടോ. ഇതുണ്ടോ, ഇവിടെയാണ് നമ്മുടെ തമ്പുരാട്ടി ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത്. പടം ആരോ വരച്ചതാണ്, ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ ഇവിടെ കാണാം, ഇങ്ങോട്ട് ഒരു വഴി കാണാം കേട്ടോ. വഴി നമുക്ക് ഇവിടേക്ക് നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ ആ വിളക്ക് കത്തിച്ചതിൻ്റെ പുകയാണ് കൂടുതലും. ഉണ്ടോ, നമുക്കിങ്ങനെ പോകുമ്പോൾ ഉണ്ടോ, നിലത്തൊക്കെ ഫുള്ള് ചെളിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഈ സംഭവമൊക്കെ പോകുന്നത്. അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വവ്വാലുകളെ കാണാം കേട്ടോ. ഈ വഴി ഇവിടം വരെ ഉള്ളൂ. ഞാൻ നേരത്തെ നമ്മളിപ്പോൾ ഒരു തിരിഞ്ഞുണ്ടല്ലോ, ആ തിരിഞ്ഞ വഴി 2 സൈഡിലേക്കാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ വവ്വാലിൻ്റെ ഇഷ്ടമുള്ള കേട്ടോ. ഞാനും അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഈ ഒരു കേവ് നമുക്ക് നോക്കാൻ മനസ്സിലാവും, ഇവിടം വരെ ഉള്ളൂ. ഇവിടം കൊണ്ട് ക്ലോസ്ഡാണ് കേട്ടോ.
കുറച്ചേരം വവ്വാലിയൊക്കെ നോക്കി ഇവിടെയൊക്കെ നിലത്തൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ കുറവുണ്ട് കേട്ടോ. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ബാഗൊക്കെ ഇവിടെ മുകളിൽ തട്ടുന്നുണ്ട്. നമ്മൾ കുഞ്ഞ് മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതല്ലോ കുഞ്ഞാണ് പോകുന്നത്, നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബോഡി ഇവിടെയൊക്കെ തട്ടും കേട്ടോ. വരഞ്ഞൊക്കെയാണ് പോകുന്നത്, കുഞ്ഞാണ് പോകുന്നത്. ഇതാണ് നമ്മൾ കയറി വന്ന ആ ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഇത് രണ്ടായിട്ട് തിരിയുന്നത്. ഇതുണ്ടോ, ഇവിടെ നിന്നാണ് ഇത് രണ്ടായിട്ട് തിരിയുന്നത്. നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. ഇവിടെ പഴശ്ശിരാജയുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഈ ഒരു വഴി എന്ന് പറയുന്നത് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 30-40 മീറ്റർ റേഞ്ചിലുള്ളൂ. അതേപോലെ തന്നെ ഇതിലേ പോയി കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ പോവാം. അത് നേരെ ചെല്ലുന്നത് നിലമ്പൂർ കാടുകളിലേക്കാണ്. പക്ഷേ അങ്ങോട്ട് 300 മീറ്ററിൽ കൂടുതൽ പോകാനായിട്ട് പറ്റിയ ഓക്സിജൻ്റെ പ്രശ്നമുണ്ട്. അതായത് പഴശ്ശിരാജ ഒളിത്താവളമായിട്ട് ഗറില്ല വാറൊക്കെ നടത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കേവാണിത്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അഥവാ എനിമീസ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വഴി തെറ്റി പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ കൺസെപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ വലിയ വഴി ഇതായതുകൊണ്ട്, ഇത്തിരി വീതിയുള്ള വഴി ഇതായതുകൊണ്ട് എല്ലാവരും ഈ വഴി പോകും. ഇത് കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തീർന്നു പോകും. ഇത് ഇച്ചിരി ഇടുങ്ങിയ വഴിയാണ്. ഞാൻ ആ വഴി ഇച്ചിരി ദൂരം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. കണ്ടോ, കണ്ടോ, ഇവിടെയൊക്കെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വെള്ളാരം കല്ലുകൾ കാണാം കേട്ടോ. വെള്ളാരം കല്ലുകളാണ് ഈ കാണുന്നത് മൊത്തം. ഇവിടെ ഇതുപോലെ തന്നെ മൊത്തം വെള്ളാരം കല്ലും മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്ന ഒരു രംഗമായി കാണുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഹൈറ്റ് തീരെ കുറഞ്ഞ് എന്ന് മാത്രമല്ല കണ്ടോ, നമ്മൾ ഇത്തിരി ഒരു കയറ്റം പോലെയൊക്കെ കയറി കഴിഞ്ഞില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇത്രയും ഹൈറ്റേ ഉള്ളൂ. അതായത് നമ്മൾ ഇരുന്ന് നിരങ്ങി വേണം അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ വവ്വാലുകളെ കാണാം, ഇഷ്ടംപോലെ വവ്വാലുകളുണ്ട് കണ്ടോ. ബാറ്റ്സ് ദൂരെ അങ്ങോട്ട് നമുക്ക് കാണാം. ഇതിലൊന്ന് ഇരുന്ന് നിരങ്ങി ഇറങ്ങി ഈ കാണുന്ന വഴി കൂടെ അതിൽ പിന്നെ നമുക്ക് ബാക്കി വഴി തുടരുന്നത് കേട്ടോ. കണ്ടോ, ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി പ്രദേശത്തേക്ക് നമുക്ക് ഇനിയും കുനിഞ്ഞ് നിന്ന് നടന്നു പോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. അതുവരെ ഇറങ്ങി പോകണം. കണ്ടോ, ഇവിടെ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ, ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. നമുക്ക് ഇരുന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോക്ക് വലിയ പാടാണ്. ഓക്സിജൻ്റെ പ്രശ്നം കാണും. പിന്നെ വവ്വാലുണ്ട്, ഒരുപാട് വവ്വാലുകളുണ്ട് ഇവിടെ. നമ്മളിനി തിരിച്ചിറങ്ങും കേട്ടോ.
പുറത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ദൂരെ അവിടെ നമുക്ക് ഇതിൻ്റെ എക്സിറ്റും കാണാം. തല കുനിച്ചാണ് നടക്കുന്നത്. നമ്മളിങ്ങനെ ഇരുന്നൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആകാശദൃശ്യമാണ്. ഈ കാണുന്നതാണ് കേവ്. കേവിൻ്റെ ഇവിടുന്ന് നമ്മളിപ്പോൾ പോയ വഴി രണ്ടായിട്ട് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ആ ഒരു വഴി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2.5 കിലോമീറ്റർ ഈ ഒരു കേവുണ്ട്. 2.5 കിലോമീറ്റർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റും. പക്ഷേ 300 മീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ അന്നത്തെ കാലത്ത് അവരെങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. ഏതായാലും ഈ 2.5 കിലോമീറ്റർ അപ്പുറം ഫോറസ്റ്റിനകത്ത്, അതായത് നിലമ്പൂർ കാടിനകത്താണ് ഇതിൻ്റെ എക്സിറ്റ് ഉള്ളത്. ഇവിടുന്ന് നടന്നു പോയി നമുക്ക് 2.5 കിലോമീറ്റർ അപ്പുറത്ത് ചെന്ന് കയറാം. അതായത് ഒളിത്താവളം പോലെയായിരുന്നു ഈ ഒരു സംഭവം. നമ്മൾ ഇപ്പോൾ 2.5 കിലോമീറ്റർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ തേയിലത്തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റ് കാണാം. കോട്ടമല എന്നാണ് ആ ഒരു സ്ഥലത്തിന് വിളിക്കുന്നത്. ആ കോട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഫോറസ്റ്റിനകത്താണ്. അവിടെ ഒരു ശിലാക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിന് അകത്ത് ആ ഒരു പരിസരത്തായിട്ടാണ് ഈ ഒരു കേവിൻ്റെ എക്സിറ്റ് വന്ന് ചേരുന്നത്. അതായത് 2.5 കിലോമീറ്റർ ഉണ്ട്. 300 മീറ്റർ വരെ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെയുള്ള ജോലിക്കാർ പോയി നോക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴത്തേക്കും ഓക്സിജൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് അവർ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പഴശ്ശി കേവ്? വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ. അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. നമ്മളിപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ ഇതിനകത്ത് കാണിച്ചു. നല്ല രസമുണ്ട്. തല 3-4 പ്രാവശ്യം ഇടിച്ച് തലയൊക്കെ നന്നായിട്ട് വേദന വെക്കുന്നുണ്ട്. പക്ഷേ എന്നെ ആയാലും നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. പിന്നെ നമുക്ക് നല്ലൊരു ഹൊറർ ഫീലിംഗ് തരുന്നുണ്ട്. ഉള്ളിലേക്കൊക്കെ ചെല്ലുമ്പോൾ വേറെ സൗണ്ടൊന്നുമില്ല. ഈ വവ്വാലിൻ്റെ സൗണ്ടും മറ്റു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൊറർ ഫീലിംഗ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഹിസ്റ്ററി, പഴശ്ശിരാജാവിനെക്കുറിച്ച് അറിയാവുന്നവരും അതുപോലെ തന്നെ പഴശ്ശിരാജനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവരൊക്കെ ഇവിടെ നിന്ന് വന്ന് കാണുന്നത് നല്ലതാണ്. നമുക്ക് ആ പഴശ്ശിയുടെ ഒരു യുദ്ധമുറകളൊക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ വന്ന് കാണുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പാട്രിയോട്ടിസം പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒരു 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 പ്രത്യേക ഒരു അനുഭൂതിയാണ്. എനിക്കത് തോന്നി. ഏതായാലും ഇത്രയൊക്കെയാണ് പഴശ്ശി കേവിൻ്റെ കാഴ്ചകൾ. ഏതായാലും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഊട്ടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേരമ്പാടിയിൽ നിന്ന് വെൻറ്റ്വർത്ത് എസ്റ്റേറ്റ് ടീ ഫാക്ടറിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് മറക്കാതിരിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്